പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ISLൽ വരുന്നത് ഡിസംബർ 7-ാം തീയതിയാണ്. അതായത് ഈ ശനിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ബംഗളൂരു FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. ഈ സീസണിൽ ആദ്യപാദ മത്സരത്തിൽ ബംഗളൂരുവും ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയപ്പോൾ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിന് ഒരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക വീട്ടാൻ കൂടിയുള്ള മത്സരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. എന്നാൽ ബംഗളൂരു FCയെ അവരുടെ ഹോമിൽ ചെന്ന് പരാജയപ്പെടുത്താൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ ശ്രമം. ക്യാപ്റ്റനായ അഡ്രിയൻ ലൂണ ഫോമിലേക്ക് ഉയർന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലൂണയുടെ നേതൃത്വത്തിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ബംഗളൂരു FCയെ വീഴ്ത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെയുള്ള നോക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കൂടാതെ നമ്മുടെ ചാനൽ 9K എത്താനായി ഇനി വേറെ 45 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ 4-3-3 ഫോർമേഷനിലായിരിക്കും ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്തായാലും ലൈനപ്പിലേക്ക് കടക്കും മുമ്പ് ബംഗളൂരു FCയും കേരള ബ്ലാസ്റ്റേഴ്സും ആകെ ഏറ്റുമുട്ടിയത് 15 മത്സരങ്ങളിലാണ്. 15 മത്സരങ്ങളിൽ നിന്നും 9 മത്സരങ്ങളിൽ വിജയം കണ്ടെത്തിയത് ബംഗളൂരു FC ആണെന്നത് അവർക്ക് വലിയ ഒരു മുൻതൂക്കം തന്നെ ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 4 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ 2 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചിട്ടുണ്ട്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബംഗളൂരു FCക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം നിലവിൽ കാണുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കിത് പരിശോധിക്കാം. 4-3-3 ഫോർമേഷനിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 സെൻറ്റർ ബാക്കുകളായ മിലോസും അതുപോലെ തന്നെ ഹോർമി പാമും അവിടെ തുടരും. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന താരമാണ് നവോച്ച സിംഗ്. നവോച്ചയെ നമുക്ക് അവിടെ ലെഫ്റ്റ് ബാക്കിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ സന്ദീപ് സിംഗ് ആയിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ FC ഗോവയ്ക്കെതിരെ പ്രീതം കോട്ടാലായിരുന്നു. എന്നാൽ പ്രീതം കോട്ടാലിന് തിളങ്ങാൻ സാധിക്കാതിരുന്നപ്പോൾ പിന്നീട് അവിടെ രണ്ടാം പകുതി ആയപ്പോൾ അവിടെ സന്ദീപിനെ കൊണ്ടുവരികയായിരുന്നു. എന്നാൽ സന്ദീപിനും അവിടെ മികച്ച പ്രകടനം നടത്താനായില്ല. അതുകൊണ്ട് തന്നെ പ്രബീർ ദാസിനെ നമുക്ക് അടുത്ത മത്സരത്തിൽ റൈറ്റ് ബാക്കിൽ പ്രതീക്ഷിക്കാമെന്നത് തന്നെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും പ്രബീർ ദാസ് വരുന്നതോടുകൂടി മുന്നേറ്റ നിരയിലേക്ക് കൂടുതൽ പന്തുകൾ എത്തുകയും നല്ല ക്രോസുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രബീർ ദാസിനെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി മധ്യനിരയിലേക്ക് എത്തുമ്പോൾ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുക ഫ്രെഡിയും അതുപോലെ തന്നെ വിപിൻ മോഹനനുമായിരിക്കും. വിപിനും ഫ്രെഡിയും തമ്മിലുള്ള മികച്ച കോംബോ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ചെന്നൈയിൻ FCക്കെതിരെ ഈ 2 കോംബോ മികച്ച രീതിയിൽ വർക്കൗട്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് വിപിനും ഫ്രെഡിയും തമ്മിലുള്ള കോംബോ മികച്ച രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രെഡിയും വിപിനെയും തന്നെ നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറായി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയെ തന്നെയായിരിക്കും. എന്നാലും ലൂണ ഫോമിലേക്ക് ഉയർന്നു വന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ ഇനി 2 വിങ്ങേഴ്സായി കളിക്കുക നോവാ സദോയി ഇടത് വിങ്ങിലും അതുപോലെ തന്നെ വലത് വിങ്ങിൽ കോറു സിംഗ് അവിടെ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ രാഹുൽ KP ആയിരുന്നു അവിടെ വലത് വിങ്ങിൽ കളിച്ചിരുന്നത്. എന്നാൽ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ കോറു സിംഗ് തന്നെ അവിടെ മടങ്ങിയെത്തിയേക്കും. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഗോൾ അടിച്ചു കൂട്ടാനായി ജീസസ് ജിമിനസും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയനിലുള്ള ലൈനപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബംഗളൂരു FCയും തമ്മിലുള്ള മത്സരത്തിലെ അവസാന സ്കോർ എന്തായിരിക്കും എന്നും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.